നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി കറിയാണ്. പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴട്ടി നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കുന്ന നല്ല കിഡിലനൊരു വെളുത്തുള്ളി കറിയാണിത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാളയും മീഡിയം സൈസ് തക്കാളിയും എടുത്തിട്ടുണ്ട്. അതിൽ സവാളയും തക്കാളിയും പകുതി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഓരോ ഭാഗം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയും ഓരോ ഭാഗം വഴറ്റാൻ വേണ്ടിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാനായിട്ട് കുറച്ച് പുളി വേണം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും വേണം. കറിവേപ്പില വേണം. ഇതിലേക്ക് താളിക്കാനായിട്ട് കടുകും ജീരകവും ഉലുവയും വേണം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഭാഗവും തക്കാളിയുടെ പകുതി ഭാഗവും ഇതേപോലെ നമുക്കൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് കറിയിലേക്ക് വഴറ്റാൻ നേരം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ഇനി ഇതൊക്കെ നമുക്ക് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഈ കടുകും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ മാത്രം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഭാഗം ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇതേപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മുടെ ഈ സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്തിട്ട് വഴറ്റിയാൽ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്നു വരും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഇതേപോലെ നമ്മുടെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മളിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ പകുതി ഭാഗം തക്കാളിയും കൂടെ ചേർത്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഒന്ന് വഴറ്റുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ സാധാരണ ചില്ലി പൗഡർ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ എപ്പോഴും ചേർക്കുമ്പോഴും വഴറ്റുമ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരച്ച സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം പോകുന്നത് വരെ
ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഇതിലേറ്റവും ടേസ്റ്റ് തരുന്നത് വെളിച്ചെണ്ണയോ ഇതല്ലെങ്കിൽ നല്ലെണ്ണയോ ആയിരിക്കും. നമ്മൾ പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള കറികൾ എപ്പോഴും നല്ലെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ അരച്ച സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഇതിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പുളിയും ഉപ്പുമൊക്കെ ഈ കറിയിൽ ആദ്യം കുറച്ച് ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് വീണ്ടും ചേർക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് ചാറൊക്കെ ആവശ്യത്തിനൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു തിക്ക് ഗ്രേവിയാണ് ഇതിൽ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പകുതി സവാളയും തക്കാളിയും അരച്ച് ചേർത്തത്. അപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെളുത്തുള്ളി കറി റെഡി ആയി കഴിഞ്ഞു. ഇതിൽ ഈ പുളിപ്പും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരല്പം ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ ഈ ടേസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.